ഒരു സമയമാണ്. അപ്പോൾ മാത്രമല്ല ഒരു പീക്ക് ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ 11th റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബേസിസിൽ ഫർദർ കോഴ്സ് ആരോപണ വിധേയായ സ്ഥാനാർത്ഥി പറയുന്നത് ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഈ കോൺഗ്രസ് എല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണല്ലോ. ഇന്നലെ പരാതി സ്ക്വാഡ് അവിടെ എത്തുന്നു. ഇന്നലെ മാഡത്തിന് പരാതി കിട്ടിയെന്ന് പറയുന്നു. ഇന്ന് സ്ഥാനാർത്ഥി വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പാലക്കാട് NDA സ്ഥാനാർത്ഥി. പരാതികൾ ഇപ്പം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നലെ രാത്രി നമുക്ക് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പൊ വെളുപ്പിന് തന്നെ നമ്മൾ പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷെ സെർച്ച് ചെയ്തെങ്കിലും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ പരാതികളുടെ പുറത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു അപ്പോൾ തന്നെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കും. അതിപ്പം ഏത് സ്ഥാനാർത്ഥിയാണെന്നോ ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നോ നോക്കാറില്ല. ആ എൻറ്റയർ ഇലക്ഷൻ പ്രോസസ്സിനെ സാബോട്ടാജ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. ഇന്നലെ ലഭിച്ച പരാതി ഇതാണ്, ഈ പണം വിതരണം ഉണ്ട്, അത് ശ്രദ്ധിക്കണം, പിടിക്കണം. നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞത് ആറുവിന്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം പോലീസിന്റെ അന്വേഷണം നടക്കും, റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടക്കും. അങ്ങനെ 2 അന്വേഷണം. റിട്ടേണിംഗ് ഓഫീസറുടെ തലത്തിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി പോലെയാണ്. ഇലക്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പം ചട്ടവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ റിട്ടേണിംഗ് ഓഫീസർ നോക്കുന്നത്. അതിന്റെ മറ്റു വശങ്ങൾ ഇപ്പം IPC സംബന്ധിച്ചുള്ള BNSS സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ടോ, അത്തരത്തിലുള്ള പ്രവൃത്തി ഇപ്പം വോട്ടർ ഇൻഡ്യൂസ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നത് SP യുടെ സൈഡിൽ നിന്നായിരിക്കും. അങ്ങനെ നമുക്കിപ്പോ പറയാറായിട്ടില്ല. കാരണം പരാതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളോട് മൊഴി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫർദർ അന്വേഷണത്തിന് പോകുന്നത് അതിന്റെ ഒരു ഗ്രേവ് അലിഗേഷൻ ആയതുകൊണ്ടാണ്, അലിഗേഷന്റെ സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് ആവശ്യം ഉള്ളതനുസരിച്ച് ചെയ്യും. ഇനി ഫർദർ എൻക്വയറി ഇപ്പൊ നിലവിലൊന്നും അറിയില്ല, ആ കാര്യത്തിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. 11-ന് ഒരു അതായത് 6 തലത്തിൽ ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുന്നത് 11-നുള്ളിലാണ്. ജില്ലാ കളക്ടറാണ് മാധ്യമങ്ങളെ കണ്ടു സംസാരിക്കുന്നത്. വോട്ടിന് നോട്ട് എന്നുള്ള ആരോപണത്തിലാണോ മറുപടി?